തേനിലും മധുരമാം, തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവനൻ പേർക്കായി തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാം, തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി. ഹല്ലേലൂയ. അവിടുത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു. ഓ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. ഹല്ലേലൂയ. അവിടുത്തെ കൃപകളാണ് നാം അനുഭവിച്ചറിയുന്നത്. ഹല്ലേലൂയ. അവിടുത്തെ രക്ഷയാണ് നാം അനുഭവിച്ചറിയുന്നത്. അവിടുത്തെ പുത്രനിലൂടെ വീണ്ടെടുപ്പാണ് നാം അനുഭവിച്ചറിയുന്നത്. അവിടുത്തെ ആത്മാവിനെയാണ് നാം അനുഭവിച്ചറിയുന്നത്. ഹല്ലേലൂയ. രാവിലെ ദൈവസന്നിധിയിലേക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നു വരുവാൻ പുത്രത്വം എന്ന പദവി നൽകിയത് ഒരുവൻ നമുക്ക് വേണ്ടി യാഗമായി മാറിയതിനാണ്. ഹല്ലേലൂയ. അവന്റെ കൃപകളെ അനുഭവിച്ചറിയുവാൻ, അവന്റെ വിടുതലുകളെ അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയുവാൻ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കയാൽ നന്ദി പറയുന്നു. ആദിയോടൊന്നും അങ്ങയുടെ ആത്മാവിൻ്റെ നിറവിൽ അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ആയിരിക്കാനൊക്കെ ഞാൻ കൃപ ചെയ്താട്ട്. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തണമേ. ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദാസന്മാരെ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിക്കണമേ. തിരുനാമം സകലത്തിലും മഹത്വപ്പെടുവാൻ ഇടയാക്കണം. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിച്ചവരായി, സമാധാനം വർദ്ധിച്ചവരായി, സന്തോഷം വർദ്ധിച്ചവരായി, അങ്ങയിലുള്ള സ്നേഹം വർദ്ധിച്ചവരായി, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വർദ്ധിച്ചവരായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി നന്ദി. സകലതും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കർത്താവിനെ ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ കടന്നു വരാനുള്ള ഭാഗ്യം തന്നതോർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നാം ഇവിടെ സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ സ്വാതന്ത്ര്യമില്ലാതെ ജയിലുകളിലും മറ്റും അടയ്ക്കപ്പെടുന്ന ദൈവദാസന്മാർ ദൈവമക്കളുണ്ട്. കർത്താവ് നമുക്ക് ഈ ഭാഗ്യപദവി തന്നത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ ഉരുത്തിരിയുന്ന സ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ ആരാധനയായി അർപ്പിപ്പാനാണ്. അതിനാണ് നാം അല്പസമയത്തിനകം നമ്മൾ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ മനസ്സിൽ ഇത് വെക്കണം: കർത്താവേ, അങ്ങനെക്ക് ഈ സ്വാതന്ത്ര്യം തന്നല്ലോ, അങ്ങനെ രക്ഷിച്ചല്ലോ, അങ്ങനെ വീണ്ടെടുത്തല്ലോ. ആ സ്വാതന്ത്ര്യത്തിനായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നെന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. ഒരു നിമിഷം കർത്താവിനെ തന്നെ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ നമുക്ക് ആദ്യം മഹത്വപ്പെടുത്തിയ ശേഷം ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാം. 46-ാം സങ്കീർത്തനം, സാം നമ്പർ 46. സാം നമ്പർ 46, 46-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം.
ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകും. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകും. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. അവസാനത്തെ വാക്യം ചേർന്ന് വായിച്ചു കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഈ അനുഗ്രഹപ്പെട്ട സംഘത്തിന്റെ ഭാഗത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് ആരാണ്? ഹൂ ഈസ് ഗാഡ് ടു അസ്? അവിടെ പറയുന്നത് ഹീ ഈസ് അവർ റെഫ്യൂജ്. അവൻ നമ്മുടെ സങ്കേതമാണ്. ഹീ ഈസ് അവർ സ്ട്രെങ്ത്. അവൻ നമ്മുടെ ബലമാണ്. ഹീ ഈസ് അവർ ഹെൽപ്പ്. അവൻ നമ്മുടെ സഹായമാണ്. ഹല്ലേലൂയ. ഹീ ഈസ് ഇൻ അവർ മിഡ്സ്റ്റ്. അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹീ ഈസ് ഗാഡ്. അവൻ ദൈവമാണ്. അവൻ പിതാക്കന്മാരുടെ ദൈവമാണ്. അവിടെ പറയുന്നു അവൻ യാക്കോബിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം. ആ ദൈവത്തെ അറിയുവാൻ, അവിടുത്തെ പുത്രനോട് രക്ഷ അനുഭവിച്ചറിയുവാൻ ഇന്ന് രാവിലെ കൃപ പ്രാപിച്ചവരായി നാം ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ, നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ കോട്ട, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ്റെ ദൈവം. അതുകൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കും പൂർണ്ണ ഹൃദയത്തോടെ. ഞാൻ നിന്റെ മുഖം തേടും ജീവകാലമെല്ലാം. ഞാൻ നിന്നെ സേവിക്കും എൻ്റെ സർവമായി. അടിയനിതാ സമർപ്പണത്തോടെ ഈ ഗാനം പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ. അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ സർവ്വവുമാ.
രക്ഷകനാണ്, അവിടുന്ന് നമ്മുടെ പാലകനാണ്, അവിടുന്ന് നമ്മുടെ ആശ്വാസകനാണ്. ഹല്ലേലൂയ. വിധവയോടെ കൊണ്ടെത്തിക്കാമെന്നുള്ള വാഗ്ദത്തം തന്നവനാണ്. അവിടുത്തെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളത്തെ നിറച്ചവനാണ്. അവിടുന്ന് നമ്മുടെ രക്ഷകൻ, അവിടുന്ന് നമ്മുടെ രക്ഷകൻ. He is our savior, he is our refuge, he is our help. അവൻ നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ സഹായമാണ്. He is our strength, അവൻ നമ്മുടെ ബലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തന്നെ സ്തുതിക്കും, ഞാൻ അങ്ങയെ ആരാധിക്കും എന്റെ ജീവകാലമെല്ലാം. ഹല്ലേലൂയ. അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഒരു യാഗമായി കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തേക്ക് സുഗ്രാമ ഒരു യാഗമായി സമർപ്പിപ്പാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, പുതിയൊരു പാട്ടിൻ്റെ വായിൽ തന്നു ഈ നല്ല കർത്താവിനെ. പാപത്തിന്റെ കുഴിയിൽ അകപ്പെട്ടിരുന്ന എന്നെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായിരുന്നു എന്റെ പുത്രനിലൂടെ അനാദിയിൽ തെരഞ്ഞെടുത്തു. പുത്രന്റെ കൃപയാൽ രക്തത്താൽ എന്നെ വിലയ്ക്കുവാൻ സ്വതന്ത്രനാക്കി ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നത്. അവിടുത്തോട് നമുക്ക് പറയാം, കർത്താവേ അങ്ങ് നല്ലവൻ, അങ്ങ് നല്ലവൻ, അങ്ങ് നല്ലവൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളോട് ഞാൻ കടന്നുപോയിട്ട് എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുള്ളത് അങ്ങ് നല്ലവൻ, നല്ലവൻ. ഒരുപക്ഷെ പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം, എന്നാലും ഞാൻ എൻ്റെ കർത്താവിനോട് പറയും, അങ്ങ് നല്ലവൻ, നല്ലവൻ. അവൻ എനിക്ക് ദോഷത്തിനായ ഒന്നും ചെയ്തിട്ടില്ല. ഏറ്റവും വലിയ നന്മ അവിടെ എൻ്റെ ജീവിതത്തിൽ തന്നത് എന്നെ അവൻ്റെ മകനാക്കി എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമുക്ക് പാടാം, ഹൃദയത്തിൽ നിന്ന് പാടാം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ്റെ ദയോ എന്നുമുള്ളത്. ഹല്ലേലൂയ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. അവൻ നല്ലവൻ, അവൻ ദയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക
ഹല്ലേലൂയ. ശക്തിയും ബലവും യേശുവിന്. കർത്താവേ എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. കർത്താവേ എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം. ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഓ യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. ആമേൻ. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനം, സ്തോത്രവും ബഹുമാനം. ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനം, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ബലവും ജ്ഞാനവും ശക്തിയും അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. വിലവിലോ വിലവിലോ മഹത്വവും ബലവും ജ്ഞാനവും അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം. ശക്തിയും ബലവും മഹത്വവും ബലവും ജ്ഞാനവും സ്തുതി സ്തോത്രം ആരാധനയും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. കാരണം അവൻ നല്ലവൻ, അവൻ വിശ്വസ്തൻ, അവൻ ആരാധനയ്ക്ക് യോഗ്യനായവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു നല്ലവൻ, യേശു നല്ലവൻ, അവൻ വല്ലഭൻ. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ കാലുകളെ പാറമേൽ വെച്ച് എന്റെ ഗമനത്തെ സ്ഥിരമാക്കി പുതിയൊരു പാട്ടെന്റെ വായിൽ തന്ന ഹല്ലേലൂയ. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവ്. ദൈവസന്നിധിയിൽ നാമെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സണ്ണിച്ചാൻ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. Hallelujah. Amen. സാക്കിരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിനും ആലയത്തിനുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും കർത്തൃദാസന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കാരണം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. So I invite our youngsters to come forward and recite the word. Oh,
forgiving one another, just as God in Christ forgave you. Philippians 2, verse 11. And every tongue should confess that Jesus Christ is the Lord, to glory of God the Father. Philippians 2:11, and that every tongue should confess that Jesus Christ is Lord, and Jesus Christ is Lord, to the glory of God the Father. The Lord watch the furnace shall not want. Ephesians 4, verse 31 and 32. Get rid of all bitterness, rage, anger, harsh words, and slander, as well as all types of evil behavior. Instead, be kind to each other, tender-hearted, forgiving one another, just as God in Christ has forgiven you. Hebrews 12, verse 2. Fixing our eyes on Jesus, the pioneer and perfecter of faith, for the joy that was set before him, he endured the cross. For the joy that was set before him, he endured the cross. Yeah. That's okay. But do not forget this one thing, dear friends. With the Lord, a day is like 1,000 years. 1,000 years is like the day. The Lord is not slow in keeping his promises, as some understand slowness. Instead, he is patient with you, not wanting anyone to perish, but to come to repentance. 2 Peter 3, verse 8 and 9. Colossians 1, verse 22. Yet he is not reconciled us through death, in his fleshly body, in order that he may present us before him holy and blameless and beyond reproach. For scarcely for a righteous man one will die, yet perhaps a good man one would even dare to die. But God demonstrated his own love for us, that while we were sinners, Christ died for us. Romans 5, 7, and 8. Hebrews 12, verses 2. Fixing our eyes on Jesus, the pioneer and perfecter of faith, for the joy that was set before him, he endured the cross, scorning its shame, sat at the right hand of the throne of God. Praise the Lord. I thank God for giving me one more year in my life today. I pray that you all, and thank you, the church and the pastors, for praying for me. Please continue to uphold me in your prayers. Amen. പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സാമുവേൽ ജോഷുവ പ്രാർത്ഥിക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തന്ന ദാനങ്ങളാണ്. ദൈവസഭയിലാണ് അവർ വളരുന്നത്. ദൈവവചനമാണ് അവർ പറഞ്ഞത്. ഉൾനട്ട വചനമായി തീരുവാൻ, വളരുന്തോറും ദൈവകൃപയിലും മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നതായി വളരുവാൻ, ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് ഉതകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ. സാം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. Thank you, Lord. Thank you, Lord. Amen. Thank you. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സോമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരും കർത്തദാസന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ ഒരിക്കലൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ആരാധന ക്ഷണിച്ചവർക്ക് ചിലപ്പോൾ പോയേക്കും, അതുകൊണ്ട് അനൗൺസ്മെൻ്റ് അങ്ങ് പറയട്ടെ. ആദ്യം ഈ വീക്കെൻഡിൽ ഫാമിലി സെമിനാറുണ്ട്. ഈ ഫാമിലി സെമിനാർ എന്ന് പറയുന്നത് കുഴപ്പടിയുള്ള ഭവനത്തിലുള്ളവർ മാത്രം വരാൻ വേണ്ടിയല്ല. ഡിവോഴ്സിന് ഒക്കെ ഇരിക്കുന്നു, നിങ്ങൾ വന്നേ പറ്റൂ, അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഫാമിലിക്ക് വേണ്ടി
അതിനകത്ത് ഇൻക്ലൂഡിങ് ചിൽഡ്രൻ. നമുക്ക് കർത്താവിൻ്റെ കൃപയായി ഞങ്ങൾ 50 വർഷമാകുന്ന ഒരു കുഴപ്പവും ഇതുവരെ ഇല്ല. പക്ഷേ ഞാനും വരുന്നുണ്ട്. അപ്പം അങ്ങനെ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഇവിടെ പ്രശ്നമുള്ളത് കൊണ്ട് സെമിനാർ വെച്ചതാണെന്ന് വിചാരിക്കരുത്. ഒരു പ്രശ്നവുമില്ല. കൃപയാൽ എൻ്റെ അറിവിൽ ഒരു കുടുംബങ്ങളും ഒരു പ്രശ്നവുമില്ല. എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ വിഷയം, നമ്മുടെ സ്പൗസസിൻ്റെ വിഷയം, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന വിഷയം, അവരുടെ ഭാവി, സഭയിൽ എങ്ങനെ വരണം, ഇതെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ഒരു സെമിനാറാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനുണ്ട്. ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തോടും പോയെന്നിരിക്കും. ഫാമിലി മാത്രമല്ല ഫോക്കസ്, പല കാര്യങ്ങളും ആത്മീയ വിഷയങ്ങൾ. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്യുന്നത് എത്ര പേര് വരുന്നു എന്നറിയാൻ വേണ്ടിയാണ്. ഉച്ചയ്ക്ക് ആഹാരകാലം ക്രമീകരിക്കണമല്ലോ. നിങ്ങൾ അതുകൊണ്ട് ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സഭ വെച്ചതാണ്, അല്ല പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽ ഒന്നുമല്ല, സഭയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതുപോലെ പല സെമിനാറുകളൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. കടന്നു വേണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊയർ ടീം, ഞങ്ങൾ ഇന്നലെ ജൂനിയർ ടീം ശനിയാഴ്ച വൈകിട്ടും ഇംഗ്ലീഷിൻ്റെ സീനിയർ ടീം സൺഡേയിലുമാണ്. അതുകൊണ്ട് ജൂനിയർ ടീമിൽ പാടുന്ന പ്രിയപ്പെട്ടവരെ പാരൻസ് കുഞ്ഞുങ്ങളെ കൊണ്ട് വരണം. എന്നാൽ മാത്രമേ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അവർ വരുമ്പോൾ പാരൻസിനും വൈകിട്ടത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിലും വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ളവർ കടന്നു വരണമെന്ന് പ്രത്യേകം അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ടാലൻ്റ്, ഒന്നുപോലുമില്ല. ഇവിടെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ, ആരാ പാടാൻ പുറകോട്ട്, എല്ലാവരും നല്ല ടാലൻ്റ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് തന്നെ കർത്താവ് ദാസൻ നമ്മോട് പറഞ്ഞ് ശുശ്രൂഷിക്കും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ നാട്ടിൻ്റെ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും കർത്താവ് വളരെ ശക്തമായി ഉപയോഗിക്കുന്നു. കൺവെൻഷൻ പ്രാസംഗങ്ങളിലെ സ്റ്റേജുകളിലൊക്കെ. ഇവിടെയും HPFൻ്റെ ഇതങ്ങ് മാറ്റാനും മതി. ഇവിടെയും HPFൻ്റെ കൺവെൻഷൻ പ്രാസംഗിനായിട്ട് വന്നതാണ്. ഈ സിറ്റിയിൽ പലയിടങ്ങളിൽ ശുശ്രൂഷിച്ചു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കും കർത്താവ് ഇടയാക്കി. തുടർന്നുള്ള സമയം കർത്താവ് ദാസൻ നമ്മോട് ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ നല്ല ഈ പകലിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദൈവസഭയുടെ അധ്യക്ഷൻ വളരെ അനുഗ്രഹീതമായ നിലയിൽ കർത്തൃവേലയിൽ വ്യാപൃതനായിരിക്കുന്ന പാസ്റ്റർ മാത്യു മനവറുകൾ, പ്രിയ ആൻറ്റി, ഈ ദൈവസഭയുടെ അഭിവാജ്യ ഘടകമായിരിക്കുന്ന പ്രിയ ചന്ദ്രനങ്കൾ, ജോസ് ലൂക്കോസ് അങ്കിൾ, സഭയുടെ ഉത്തരവാദിത്തങ്ങളിൽ വളരെ മുൻനിരയിൽ നിൽക്കുന്ന പ്രിയ മോൻസ് ചായന്, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദേശത്ത് കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ കൃപ നൽകിയ കർത്താവിന് സകല മാനവും പുകഴ്ചയും അർപ്പിക്കുകയാണ്. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിന് കർത്താവിന് നന്ദി പറയുന്നു. ഞാൻ നിങ്ങളോടും നന്ദിയുള്ളവനാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദേശത്ത് നിങ്ങളൊക്കെ ചെയ്യുന്ന കർത്തൃവേലയിലുള്ള അത്യധ്വാനം വളരെ പ്രശംസനീയമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. മോണിറ്റർ തരണേ, മോണിറ്റർ. എനിക്കൊരു ചെവി കേൾക്കേണ്ട ആളാണ്, ഒരു ചെവി കേൾക്കത്തുള്ളൂ. ഡ്രില്ല് ചെയ്ത് ഹോൾ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ശാന്തമായിട്ട് സംസാരിക്കത്തുള്ളൂ. എനിക്ക് തുമ്മാൻ പാടില്ല, ചുമയ്ക്കാൻ പാടില്ല, ത്രോട്ട് ഇൻഫെക്ഷൻ വരാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ളൊരു ശാരീരിക അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ശാന്തമായിട്ട് സംസാരിക്കുന്നത്. സാധാരണ നാട്ടിൽ നിന്ന് വരുന്ന പാസ്റ്റേഴ്സൊക്കെ നല്ല ശബ്ദമുള്ളവരാണ്, വളരെ ബുദ്ധിമുട്ടിലാക്കും. ഞാനങ്ങനെ ബുദ്ധിമുട്ടിലാക്കത്തില്ല. ഞാൻ വളരെ ശാന്തമായി നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ ദേശത്ത് കടന്നു വരുവാൻ 1-ാം തീയതി കടന്നു വരുവാൻ ദൈവോടയാക്കി. ഈ ദേശത്ത് ഇതുവരെയും തുടർമാനമായി കർത്താവിൻ്റെ സാക്ഷിയാകാൻ കർത്താവ് ഇടയാക്കി. എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രോഗ്രാമുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ നിന്ന് ഇനി അടുത്ത ഒരു സ്ഥലത്തൂടെ പോകണം. അത് കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് ജോസ് സ്റ്റാൻഡ് അവിടെ ഉണ്ട്. പിന്നീട് എനിക്ക് ഞാൻ മാർച്ച് വരെ എൻ്റെ സമയമുണ്ടെങ്കിൽ ഞാൻ ഈ ജനുവരിയിൽ തിരിച്ചു പോകും. ഇവിടെ നിന്ന് ഞാൻ ഡാളസിലേക്ക് 24-ാം തീയതി പോകുന്നു. ഡാളസ്, ഹെബ്രോനിൽ, പിന്നീട് ഒക്കലഹോമ, അങ്ങനെ ന്യൂയോർക്കിൽ നിന്നാണ് തിരികെ. IBCക്ക് വേണ്ടി ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ഇടയ്ക്കൊന്ന് വന്ന് തിരികെ ഞാൻ നാട്ടിലേക്ക് പോകും ജനുവരിയിൽ. പിന്നീട് റിവൈവ് ഹൂസ്റ്റന് വേണ്ടി ജൂണിൽ എനിക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, കർത്താവ് നിലനിർത്തേണ്ടതിന്. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ IPCയുടെ ഒരു ശുശ്രൂഷകനാണ്. IPCയിൽ കൊല്ലം സൗത്ത് സെൻറ്ററിൽ പാസ്റ്റർ ജോൺ റിച്ചാർഡ് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ. അവിടെ കൊട്ടിയം എന്ന സ്ഥലത്ത്, പുല്ലിച്ചിറ എന്ന സമുദായസ്ഥര് മാത്രമുള്ള സ്ഥലത്ത്
പാർത്ത് കർത്തൃവേലയിലായിരിക്കുന്നു. എനിക്ക് എൻ്റെ സ്ഥലം മാറ്റം എനിക്കില്ല. ഇല്ലാത്തതിൻ്റെ കാര്യം ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം പയനിയറാണ്. ഞാൻ അതിലാണ് സുഖം കണ്ടെത്തുന്നത്. അതുകൊണ്ട് എനിക്ക് സ്ഥലമാറ്റം എന്നുള്ളത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനം അങ്ങനെ. ആദ്യത്തെ എൻ്റെ പയനിയറാണ് കൊല്ലം ടൗൺ ഷാരോൺ, അത് കഴിഞ്ഞ് IPC മുളങ്കാടകം. ഇപ്പോൾ ഞാൻ കോവിഡ് ആയപ്പോൾ ആരംഭിച്ച പ്രവർത്തനമാണ് പുല്ലിച്ചിറ എന്ന സ്ഥലത്ത്. അവിടെ ഒരു കൊച്ചു കൂട്ടായ്മയുണ്ട്. 10-13 കുടുംബങ്ങൾ കൂടുന്ന ഒരു ചെറിയ കൂടിവരവുണ്ട്. എനിക്ക് 2 ആൺമക്കളുണ്ട്. അവർ 2 പേരും ദൈവവചനം അഭ്യസിക്കുന്നു. ഉത്തരാഖണ്ഡിൽ ഡെറാഡൂൺ NTC സെമിനാരിയിൽ എനിക്ക് ഭാര്യയുണ്ട്. ഇത്രയുമാണ് മുഖവുര. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിനോട് കൃത്യമായ ആലോചന തന്നാണ് എന്നെ അയച്ചത്. ദൈവസന്നിധിയിൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച വേളകളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ തീവ്രമായ ആലോചന എന്ന് പറയുന്നത്, അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് പാർക്കുന്ന ജനമാണ്, അവരുടെ ഒരു മടങ്ങിവരവ് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ അറിയിച്ച ആലോചന എൻ്റെ ജനത്തിൻ്റെ മടങ്ങിവരവിന് നിന്നെ അയക്കുന്നെന്നാണ്. ഈ നാട്ടിൽ വരുന്നവരൊന്നും പറയാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് തുറന്ന് ഒരുപാട് പേര് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ വന്ന് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചത് അത് പറയാനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും ആവർത്തിക്കുന്നു, ഞാൻ FS ലേഖനമാണ് ഈ ദേശത്ത് വന്നപ്പോൾ ആഴമായി ചിന്തിക്കാനിടയായത്. കൺവെൻഷനിൽ ഞാൻ 2 രാത്രികളും FS ലേഖനത്തിൽ നിന്നാണ് ചിന്തിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതും FS ലേഖനത്തിൽ നിന്ന് ഒരു ചിന്തയാണ്. അത് വളരെ ഗൗരവമുള്ള ചിന്തയാണ്. FS ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വേദഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അത് ഏവരും അറിയേണ്ട ഒരു ഗൗരവമുള്ള കാര്യമാണ്. FS ലേഖനം 3-14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവിടെ എടുത്ത് ശ്രദ്ധിച്ചോണേ. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ആഴവും ഉയരവും എന്താ എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥന. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ FS ലേഖനത്തിന് വളരെയേറെ പ്രാധാന്യതയുണ്ട്. FS ലേഖനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിരവധി പ്രത്യേകതകളുള്ള സഭയാണ്. ഈ സഭയുടെ പ്രത്യേകതകൾ ഞാൻ സംസാരിച്ചതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും ഓരോ വാചകത്തിൽ പറഞ്ഞാൽ പൗലോസിനാൽ സ്ഥാപിതമായ സഭ, അപ്പോസ്തല പ്രവൃത്തി 18 അവസാനം എഫെസോസിലെത്തിയ പൗലോസ് 19-ാം അധ്യായത്തിൽ ആ സഭയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിവരണങ്ങളുണ്ട്. പ്രവചനമുള്ള സഭ, അന്യഭാഷയുള്ള സഭ, ഏറ്റവും ആതുര സേവനങ്ങളിൽ ഉൾപ്പെട്ട സഭ, ഈ സഭ പണത്തേക്കാൾ ദൈവത്തെ സ്നേഹിച്ച സഭ, ഈ സഭ ഏറ്റവും വലിയ ഉണർവ് കണ്ട സഭ, ഏറ്റവും വലിയ അത്ഭുതം കണ്ട സഭ, വ്യത്യസ്തമായ ശുശ്രൂഷകൾ കണ്ട സഭ, തളർന്നു പോകാഞ്ഞ സഭ, കർത്തൃവേലയിൽ വ്യാപൃതരായ സഭ, ഉപദേശത്തിൽ കെട്ടുറപ്പുള്ള സഭ, അങ്ങനെ പ്രത്യേകതകൾ 12 എണ്ണമുള്ള സഭ ഇന്നില്ല. ഈ ഇല്ലെന്ന് പറയുമ്പോൾ ഈ സഭ തകർന്ന് തരിപ്പണമായിപ്പോയി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിച്ചു എന്ന് പറഞ്ഞ് പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭ, 12 പേരിൽ ആരംഭിച്ച സഭ, വളരെ ആഴമായ ദൈവപ്രവർത്തികൾ കണ്ട സഭ, 3.5 പതിറ്റാണ്ട് കൊണ്ട് സഭ വീണു. പിന്നീട് അടുത്ത 2 നൂറ്റാണ്ടുകൾ കൊണ്ട് സഭയുടെ അവശേഷിപ്പ് അസ്തമിച്ചു. AD 413 ആകുമ്പോൾ ഈ എഫസോസിലാകെയുള്ളത് അർത്തമീസിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ ചെറിയ അവശേഷിപ്പ്. ഇന്ന് നിങ്ങൾ തുർക്കിയിൽ ചെന്ന് എഫസോസ് പട്ടണം പോയി കണ്ടിട്ടുള്ളവരുണ്ടാകാം. അർത്തമീസ് ക്ഷേത്രത്തിൻ്റെ 2-3 കല്ലുകളും പിന്നെ അവിടെയുള്ള ചില വീടുകളുടെ ശേഷിപ്പ് മാത്രം, മനുഷ്യവാസമില്ല ആ എഫസോസ്. ഇങ്ങനൊരു അപകടത്തിലേക്ക് ഈ സഭ വീഴുന്നതിന് മുൻപ് പൗലോസ് എഴുതുന്ന ശക്തമായ ലേഖനം. ഈ ലേഖനത്തിൽ 2 പ്രാർത്ഥനകളുണ്ട്.
പൗലോസിൻ്റെ കാരാഗ്രഹ പ്രാർത്ഥനകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ 2 4 പ്രാർത്ഥനകൾ പൗലോസ് പുതിയ നിയമത്തിൽ കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. 1 ഈ ലേഖനത്തിലാണ്, 2 ഈ ലേഖനത്തിലാണ്, അടുത്തത് ഫിലിപ്പിയ ലേഖനം 1:9 മുതൽ 11 വരെയാണ്. അടുത്ത പ്രാർത്ഥന കിടക്കുന്നത് കൊലോസ്യ ലേഖനത്തിലാണ് 1:9 മുതൽ 13. അങ്ങനെ 4 പ്രാർത്ഥനകളിൽ 2ാമത്തെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളിൽ ഒന്നിൽ പോലും നമ്മുടെ പ്രാർത്ഥന വിഷയവുമില്ല, നമ്മളിതൊന്നും പ്രാർത്ഥിക്കത്തുമില്ല. അതാണ് നമ്മളും പൗലോസും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന പൊളൈൻ തോട്ടാണ്. പൗലോസിൻ്റെ ചിന്തകളിലൂടെയുള്ള ഒരു മാറ്റമാണ്, ഒരു മാനസാന്തരം ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഇത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അല്പം പ്രയാസം തോന്നും, ഗ്രഹിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്, കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ അതൊരു നെല്ലിക്കയാണ്. അവസാനം ഇത്തിരി വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അതിലൊരു മധുരം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസിൻ്റെ ഈ കാരാഗ്രഹ പ്രാർത്ഥനയുടെ ഞാൻ മുഖവുരകൾ ഒഴിവാക്കുന്നതിൻ്റെ കാര്യം, എൻ്റെ സന്ദേശങ്ങൾ പലയിടത്ത് കേട്ടവരിവിടെ ഉണ്ട്, പലയിടത്ത് ഞാൻ പ്രസംഗിച്ചത് കേട്ടവരുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ കൂടെ മുൻപിൽ കണ്ടുകൊണ്ട് മുഖവുരകൾ വെട്ടിക്കുറയ്ക്കുകയാണ്. കാരണം ഞാൻ അതെല്ലാം ആവർത്തിക്കുമ്പോൾ അവർക്കൊരാവർത്തന വിരസതയുണ്ടാകും. കേൾക്കാത്ത നിങ്ങൾക്കൊരു പുതുമ തോന്നിയാലും അവർക്ക് ചിന്ത വരില്ലയോ, പുള്ളി ഇവിടെ വന്നിട്ട് എല്ലായിടത്തും ഇത് തന്നെയാണ് പറഞ്ഞതെന്ന്. യോഹന്നാൻ സ്നാപകൻ ഒറ്റ പ്രസംഗമുള്ളൂ, പുള്ളി ആ മാനസാന്തരത്തിൻ്റെ ദൂത അതങ്ങ് പറയുക, അത് മാനസാന്തരപ്പെടുന്നവരെ പറയുക. അപ്പോൾ അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് അയച്ചപ്പോൾ എന്നും പറഞ്ഞ് ഞാൻ ഈ പ്രാർത്ഥനയല്ല പ്രസംഗിച്ചതെന്ന് അല്ല അതിൻ്റെ ഉദ്ദേശം. മാനസാന്തരത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് ഞാൻ ഈ അമേരിക്ക വന്നിരിക്കുന്നത്. അതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ പലയിടത്തും പറയുന്നത്, ഇനി ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഇതല്ലാത്തതൊന്നും പ്രതീക്ഷിച്ചെന്നെ വിളിക്കരുത്. ഞാൻ പല ലൈവിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം എൻ്റെ ദൂത് ഇതാണ്, നിങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിച്ചെന്നെ വിളിക്കരുത്. കാരണം എൻ്റെ അധരത്തിൽ നിന്ന് ഇതേ വരികയുള്ളൂ. എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അതുതന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം. അല്പം വേഗത ചില ഭാഗത്ത് കാണും, പക്ഷേ എനിക്കൊന്ന് റെക്കോർഡിങ് ലൈവ് ഇതിലുള്ളത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാം. ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യാനും റീകളക്ട് ചെയ്യാനും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, തിരുവെഴുത്തിൻ്റെ ചിന്തകളിലൂടെ പൗലോസിൻ്റെ പ്രാർത്ഥന തുടങ്ങുന്ന ബ്രിഡ്ജ് വേഡിൽ ആരംഭിക്കുന്ന പ്രാർത്ഥനകൾക്കെല്ലാം വാക്യങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. വേദപുസ്തക വ്യാഖ്യാനത്തിൽ നമ്മൾ അടിസ്ഥാനപരമായ കാര്യമെന്ന് പറഞ്ഞാൽ ആർക്ക് എഴുതി എന്നത് പറയുന്ന പോലെ തന്നെ വേദപുസ്തക വ്യാഖ്യാനത്തിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും ഗൗരവമുള്ള ആശയം ബ്രിഡ്ജ് വേഡിലാണ് ആ വാക്യത്തിലേക്കുള്ള ചാലകം തുറന്നു കിട്ടുന്നത്. ഒരു വാക്യം ആരംഭിക്കുകയോ വാക്യത്തിൻ്റെ തുടർച്ചയോ വാക്യത്തിൻ്റെ ഒടുക്കത്തിലേക്കോ കൊണ്ടെത്തിക്കാൻ വേണ്ടി പരസ്പരം ബന്ധിപ്പിക്കുന്ന വാക്കുകളുടെ കൂട്ടമാണ് ബ്രിഡ്ജ് വേഡ്. ഇനി എന്തുകൊണ്ടെന്നാൽ, ആയതിനാൽ, പിറ്റേന്നാൾ, എങ്കിലും, അതുകൊണ്ട്, അത് നിമിത്തം, ഇതെല്ലാം ബ്രിഡ്ജ് വേഡാണ്. ബ്രിഡ്ജ് വേഡിൽ ആരംഭിക്കും. അവിടെ നിന്നൊരു ഉപദേശം സ്ഥാപിക്കരുത്, അവിടെ നിന്ന് ആ വാക്യം വായിച്ച് ഗ്രഹിക്കരുത്. ബ്രിഡ്ജ് തന്നിരിക്കുന്നത് കയറി ചെല്ലാനാ, എവിടെ നിന്നോ വേണം അത് തുടങ്ങി വരാൻ. അപ്പോൾ ഇതൊരു പ്രാർത്ഥന ആരംഭിക്കുന്നത് ബ്രിഡ്ജ് വേഡിലാണ്. 14-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുമോ? അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധി. അത് നിമിത്തം. ഏത് നിമിത്തമാണ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഏത് നിമിത്തമാണെന്ന് പറഞ്ഞ് വരുമ്പോഴേക്കൊരു 10:30 10:35 ചായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും നിർത്തിക്കോളാം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ അത് നിമിത്തമെന്ന പദത്തെ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി പൗലോസ് 3-ാം അധ്യായത്തിൽ ആഴമായ നിലയിൽ പ്രതിപാദിക്കുന്ന ആ ചിന്തകൾ, 3-ാം അധ്യായത്തിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പൗലോസ് പറയുന്ന വാക്ക് കണ്ടോ? പൗലോസ് പറയുകയാണ്, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ. അതായത് പൗലോസിൻ്റെ മുകൾ ഭാഗത്ത് പൗലോസ് കൃത്യമായി പറയുന്നൊരു ആശയമുണ്ട്. ഈ ലേഖനത്തിൽ ഉടനീളം താൻ പറയുന്ന തീവ്രമായ ഒരു വെളിപ്പാടുണ്ട്. ഒരു ഭാഗത്ത് ക്രിസ്തുവിനെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് നൽകുമ്പോൾ തന്നെ അടുത്ത ഭാഗത്ത് താൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന ക്രിസ്തു സഭയാണ്. അതുകൊണ്ട് ഈ ലേഖനം സഭാവിജ്ഞാനീയമെന്ന ശാസ്ത്രശാഖയിൽ ഉൾപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടും, അതായത് കൊലോസ്യ ലേഖനം എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ ഏറ്റവും തേജസ്കരിക്കപ്പെട്ട അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ്. ഒരു റെയിൽപാതയുടെ 2 ട്രാക്ക് പോലെ ഒരേ ദിശയിൽ പോകുന്ന 2 ലേഖനങ്ങളാണ്. ഈ ലേഖനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 42 പുതിയ പദം കൊണ്ട് മറ്റ് ലേഖനങ്ങളുമായി
വേർപെടുത്താൻ പറ്റാത്ത ബന്ധത്തിൽ നിൽക്കുകയാണ്. ഈ ലേഖനത്തിന് മാത്രമല്ല ഏകദേശം 39 പദങ്ങൾ പുതിയതാണ്. ആ പുതിയ പദമെന്ന് പറയുമ്പോൾ മറ്റെങ്ങുമില്ലാത്ത പദങ്ങളാണ്. അത്ര വ്യത്യസ്തതയുള്ള ഈ ലേഖനത്തിൻ്റെ അകത്ത് പൗലോസ് ഇവിടെ കൃത്യമായി പറഞ്ഞു വരുന്ന ആശയം എന്താണെന്നറിയാമോ? ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. വെളിപ്പാട് അപ്പോക്കാലിപ്സിസ് എന്നും അപ്പോക്കാലിപ്റ്റോ എന്നും പറയുമ്പോൾ മറ നീക്കി രഹസ്യത്തിലുള്ളത് പുറത്തു കൊണ്ടുവരികയാണ്. എന്താണ് ഇവിടെ പൗലോസ് പറയുന്ന ആ വെളിപ്പാട്? കേവലം അറിവല്ല വെളിപ്പാട്. പൗലോസിൻ്റെ വാക്കുകളിലൊക്കെ എപ്പിഗ്നോസ്കോ എന്നൊരു പദം വരുന്നുണ്ട്. അത് കേവലം അറിവല്ല, അനുഭവിച്ചുള്ള അറിവാണ്. നമുക്ക് വായിച്ചറിയാൻ പറ്റുന്നുണ്ട്, കണ്ടറിയാൻ പറ്റുന്നുണ്ട്. എന്നാൽ പൗലോസ് അവിടെ ഉപയോഗിച്ച പദം അറിയുക എന്ന പദത്തെ അവിടെ കൃത്യമായി പൗലോസ് പറയുന്നത് അനുഭവിച്ചറിയുക എന്നതാണ്. അപ്പോൾ ആ അനുഭവിച്ചറിയുക എന്ന് പറയുമ്പോൾ ഇവിടെ വെളിപ്പാട് എന്ന് പൗലോസ് അവിടെ പറയുന്നത് മറ നീക്കി രഹസ്യത്തിൽ മറഞ്ഞിരിക്കുന്നത് പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അറിയേണ്ടത് ഒരു ആത്മീയൻ 3 വെളിപ്പാടുകൾ പ്രാപിച്ചിരിക്കണം. ഉറപ്പായിട്ടും പ്രാപിക്കണം. അതില്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ടാണ് ഹോശയ്യ പ്രവാചക പുസ്തകത്തിൽ സദൃശ്യവാക്യത്തിൽ പറയുന്നത് വെളിപ്പാടില്ലാത്തിടത്ത് എൻ്റെ ജനം ക്രമം കെട്ടുപോവുകയാണ്. വെളിപ്പാടില്ലായാൽ എൻ്റെ ജനം നശിച്ചു പോവുകയാണ്. ഏത് വെളിപ്പാടാണ്? നമ്മുടെ വെളിപ്പാടുകൾ പ്രവാചകന്മാർ പറയുന്ന വെളിപ്പാടാണ്. ആ വെളിപ്പാട് നമുക്കറിയൂ. കത്തിച്ച് വെച്ച നിലവിളക്ക് കണ്ടു, വെട്ടിയിട്ടൊരു തൂശനില കണ്ടു, ഫണം പിടർത്തി നിൽക്കുന്ന പാമ്പിനെ കണ്ടു, ആന വരുന്നത് കണ്ടു, കാള വരുന്നത് കണ്ടു. ഇതൊക്കെയാണ് നമ്മുടെ വെളിപ്പാട്. ശവപ്പെട്ടി കണ്ടു, ഇരുണ്ട രൂപത്തെ കണ്ടു. ഇതും വേദപുസ്തക വെളിപ്പാടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞ വെളിപ്പാട്? 3 വെളിപ്പാടുകൾ. 1 ക്രിസ്തു ആരെന്ന വെളിപ്പാടാണ്. 2 നാം ആരെന്ന വെളിപ്പാടാണ്. 3 നിത്യത എന്ന വെളിപ്പാട്. അപ്പം ഞാനതിൽ ആ 2ാമത്തെ വെളിപ്പാട് ഒന്ന് മാറ്റുകയാണ്. ഞാൻ എന്നിട്ട് 1ഉം 3ഉം കൂടെ ഒന്ന് മെർജ് ചെയ്ത് പറയാം. എന്താണ്? ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് നമ്മൾ പ്രാപിക്കണം. അതെ, ആ വെളിപ്പാട് ഇന്ന് കിട്ടിയിട്ടേ നിങ്ങൾ ഇവിടുന്ന് പോകാവൂ. അതിന് വേദപുസ്തകത്തിൽ നമ്മളതിന് ചില പദങ്ങൾ ഞാൻ പൗലോസിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രവേശിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേവലം അറിവല്ല. മഹാത്മാഗാന്ധിജിക്ക് അറിയാമായിരുന്നു, സരോജിനി നായിഡുവിന് അറിയാമായിരുന്നു, നമുക്കും അറിയാമായിരുന്നു. വ്യത്യാസം എന്തോ? വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറയുന്നത് നമുക്കും അറിയാം, അതുപോലെ അവർക്കും അറിയാമായിരുന്നു. നമ്മൾ പറഞ്ഞു ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് എന്താ വ്യത്യാസം? അവർക്ക് അതിനേക്കാൾ അറിയാം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കയറ്റി നിർത്തിയ ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നില്ല, നല്ലതായിട്ട് പ്രസംഗിക്കുന്നു പുള്ളി. ആ വിഷയാവതരണം കൃത്യമായിട്ടല്ലേ? അത് വോട്ട് പിടിക്കാനാണെങ്കിലും നമ്മളെയൊക്കെ സ്വാധീനിക്കാനാണെങ്കിലും പുള്ളി സ്റ്റഡി ചെയ്തിട്ടാണ് പ്രസംഗിക്കുന്നത്. നമ്മളങ്ങനല്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടതല്ല ആള്, പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടു. എന്താ ഇതിൻ്റെ ആ അറിവിൻ്റെ വ്യത്യാസം? പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയുടെ അകത്ത് ക്രിസ്തു പരിജ്ഞാനം കയറുമ്പോൾ സംഭവിക്കുന്ന 4 മാറ്റങ്ങളുണ്ട്. 4 മാറ്റങ്ങൾ. ആ 4 മാറ്റം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വി.ഡി. സതീശൻ്റെ കൂടാണോ, സരോജിനി നായിഡുവിൻ്റെ കൂടാണോ, മഹാത്മാഗാന്ധിയുടെ ആണോ നിങ്ങൾക്ക് പിടി കിട്ടും. കാര്യം അവിടുന്ന് വല്ലതും ഉയർന്നോ എന്ന് അറിയണ്ടേ. നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഈ പ്രളയം വന്നപ്പോൾ നോഹയുടെ പെട്ടകം പൊങ്ങിയ പോലെ നമ്മൾ ഉയർന്നിട്ടുണ്ടോ? നമ്മുടെയൊക്കെ പല സഭകളിലും ക്രിസ്തു പരിജ്ഞാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ചിരിക്കുക. നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ വെറുതെ വന്ന് ഈ പഴമകളിലും നമ്മുടെ പാരമ്പര്യങ്ങളിലും നമ്മളിങ്ങനെ അഭിരമിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മളറിയണം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തു പരിജ്ഞാനമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാം? 4 കാര്യങ്ങളിലൊന്ന് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വായിക്കേണ്ടത് ഫിലിപ്പിയ ലേഖനം 3:7 മുതൽ 11 വരെ ഒരു തുടർച്ചയുടെ ഭാഗമാണ്. ഫിലിപ്പിയ ലേഖനം 3:7 മുതൽ 11 വരെ പൗലോസ് ഇവിടെ പറയുന്ന പദങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനൊന്ന് കൊണ്ടുവരാം. വളരെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ആ വാക്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കണം. കാരണം അവിടെ നമുക്കൊരു തിരുത്തൽ നടക്കാനിടയാകും. 7ാം വാക്യം പ്രസൻറ്റ് നമ്മൾ ആ വാക്യം പാസ്റ്റ് ടെൻസിലാണ് വായിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. പാസ്റ്റ് ടെൻസിലല്ലേ നിൽക്കുന്നത്? എപ്പോഴാണ് ഈ വാക്യം സംഭവിച്ചതെന്നറിയാമോ? AD 35. AD 35 ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ ദൈവത്തിൻ്റെ തേജസ്സുള്ള പ്രഭ തന്നെ ഒന്ന് ചുറ്റിയപ്പോഴാണ് ആ എൻകൗണ്ടർ ഉണ്ടാകുന്നത്. അന്നാണ് ക്രിസ്തുവിനെ അറിഞ്ഞു. ക്രിസ്തു നിമിത്തം അന്ന് തന്നിൽ സംഭവിച്ചൊരു വലിയ മാറ്റം അവിടെ എഴുതുകയാണ്. ലാഭമെല്ലാം, ഉറക്കെ പറയാമോ?
ലാഭം. അപ്പോൾ ഗെയിൻ നേരെ ലോസായി മാറി. ഇനി എന്താണ് ആ ഗെയിൻ? ഗെയിൻ പറഞ്ഞിട്ട് നമ്മുടെ ഗെയിൻ എന്താണെന്ന് ഞാൻ പറയാം, എന്നിട്ട് നമുക്കത് ലോസ് ആണോ എന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും അത്. ഇനി ഞാനത് ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ എന്താണ് പൗലുസിൻ്റെ ഗെയിൻ? പൗലുസ് അവിടെ ലാഭമെന്ന് പറഞ്ഞത് എന്താ? തൻ്റെ ഇന്നലകളിലേക്ക് പിന്തിരിഞ്ഞു നോക്കിയാൽ, തൻ്റെ ഇന്നലകളെ നോക്കിക്കൊണ്ട് ആ വാക്ക് പറയുന്നത്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ജന്മന റോമൻ പൗരത്വമുള്ളവൻ, എബ്രായന് ജനിച്ച എബ്രായൻ. അതായത് എബ്രായൻ, അത് എടുത്തു പറയാൻ കാരണം യഹൂദന്മാർ തന്നെ 3 കാറ്റഗറി ഉണ്ട്. അതിലേറ്റവും ഹൈ കാറ്റഗറി എന്ന് പറയുന്നത് എബ്രായൻ ജനിച്ച എബ്രായനാണ്. പിന്നീട് ബെന്യാമിൻ ഗോത്രക്കാരനാണ്. പിന്നെ ത്രിബിളമയ്ക്ക് തത്തുല്യമായ ബിരുദമാണ്, സ്കൂൾ ഓഫ് ഗമാലിയേൽ. അവിടെ നിന്ന് ന്യായപ്രമാണം പഠിച്ചവനാണ്. ത്രിബിളമയ്ക്ക് തത്തുല്യമായ ബിരുദമുണ്ടെന്ന് മാത്രമല്ല, ആസ്തി ഏകദേശം 30 കോടിയിലധികം വരുന്ന സ്വത്തിൻ്റെ ഉടമയാണ്. ഇന്ന് നമ്മൾ പുറകോട്ട് നോക്കണം, 1960 കൊല്ലം മുൻപ് ഒരു മനുഷ്യൻ്റെ ആസ്തിയെ നമ്മൾ നിർണ്ണയിച്ചാൽ ഇങ്ങനെ ഇരിക്കും, അത്രത്തോളം. ഇനി സെന്നിദ്രി സംഘം, മഹാപുരോഹിതൻ ഉൾപ്പെടെ 71 അംഗങ്ങളാണ്. 71 അംഗങ്ങളുള്ള സെന്നിദ്രി സംഘത്തിലെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രധാന ഉത്തരവാദിത്വം വഹിക്കുന്നയാളാണ്. മാത്രമല്ല പരീശനായിരുന്നിട്ടുണ്ട്. അതെ, തൻ്റെ ജീവിതത്തിൽ താൻ പുറകോട്ട് നോക്കുമ്പോൾ തനിക്ക് പറയാനുണ്ട്, കപ്പൽ കച്ചവടക്കാരൻ്റെ മകനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം അത് മാത്രമല്ല, കൂടാരപ്പണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലൊരു കൂടാരമല്ല. നമ്മൾ ഉദ്ദേശിച്ച കൂടാരപ്പണി എന്ന് പറയുന്നത് ചെറുതാണ്, പക്ഷെ അതല്ല. ഒന്ന് ഓർക്കണം, പിശുനേക്ക് നടന്ന ആ ഓഡിറ്റോറിയം ഇല്ലേ, അതുപോലുള്ള വലിയ കുടിവരവിൻ്റെ ടെൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്നൊരു ഫാമിലിയാണ് കപ്പലിലായി സാധനം കൊണ്ടുവരുന്നത്. അത്രയും വലിയ ഒരു ആസ്തിയുള്ളൊരു വീട്ടിലെ ആളാണിത്. ഇദ്ദേഹമാണ് ക്രിസ്തുവുമായി ഒരു എൻകൗണ്ടറിലൊക്കെ പെടുന്നത്. അപ്പോൾ താൻ പറയുകയാണ്, എനിക്ക് ലാഭമല്ല. അതായത് ഒരു ഇടത്ത് പൗലോസ് വന്നാൽ ആരും എഴുന്നേറ്റ് അർഹമായ സ്ഥാനം കൊടുക്കും. പണം കൊണ്ട്, പ്രശസ്തി കൊണ്ട്, സ്ഥാനമാനം കൊണ്ട്, കുടുംബമഹിമ കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും ഔന്നിത്യത്തിൽ നിന്ന ആളാണ് അദ്ദേഹം. പറയുന്നു, അതെനിക്ക് ലാഭമായിരുന്നു. അതായത് നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങളും തനിക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലായിരുന്നു. നമ്മുടെ മാനിക്കണേ, ലജ്ജിപ്പിക്കല്ലേ, കൈവിടല്ലേ, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കുന്ന നന്മയ്ക്കായ അടയാളം തരണേ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അത് ഇതെല്ലാം കൂടെ എഴുതി പിടിപ്പിച്ച് പ്രാർത്ഥിച്ച് നിൽക്കേണ്ട കാര്യം പോളിനില്ലായിരുന്നു. കാരണം എല്ലാം ഉണ്ട്. എല്ലാം ഉള്ള ആള് ക്രിസ്തുവുമായി ഒരു എൻകൗണ്ടറിൽ ഏർപ്പെട്ടു. ഒന്നുമില്ലാത്ത നമുക്കും എൻകൗണ്ടർ ഉണ്ടായി. പിടിയോ? ഇത് കഴിഞ്ഞുള്ള പ്രതികരണത്തിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പൗലോസ് പറയുന്നു, ലാഭമായതെല്ലാം ക്രിസ്തു നിമിത്തം എനിക്ക് ലോസായി തോന്നുകയാണ്. ഈ വെളിപ്പാടിലേക്ക് എത്താൻ പറ്റാത്ത ഒരു കൂട്ടം വിശ്വാസികളെ കൊണ്ട് ദൈവസഭകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് എന്താണെന്നറിയാമോ? ലോസായിരുന്നു ജീവിതം, പക്ഷെ ക്രിസ്തുവിനെ കണ്ടപ്പോൾ പിടികിട്ടി ഇത് നല്ല ഗെയിനാണ്. പിന്നെ ക്രിസ്തുവിനേക്കാൾ വലുതായി ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന തുടങ്ങി. ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും കണ്ണുനീരുമെല്ലാം ക്രിസ്തുവിൽ കൂടെ കിട്ടുന്നതിന് വേണ്ടിയാ, അല്ലേ? സ്തോത്രം. ഞാനിത് പറഞ്ഞപ്പോൾ എന്നോട് ഇവിടുത്തെ വലിയ പ്രഗത്ഭനായ ഒരു പാസ്റ്റർ എന്നോട് മാറ്റി നിർത്തി പറഞ്ഞു, മോനെ നീ ഇവിടുന്ന് വെറും കൈയോടെ പോകും കേട്ടോ. സ്നേഹം കൊണ്ട് പറഞ്ഞതാ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇത് പറയാന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചത്. ഇവിടെയാണ് നമ്മുടെ അകത്തേക്ക് ആ വെളിപ്പാട് വരേണ്ടത്. നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? ക്രിസ്തു നിമിത്തം ലാഭമെല്ലാം ലോസായെങ്കിൽ ഈ വെളിപ്പാട് കേറാത്ത നമുക്കിന്നും ലാഭമാണ്. നമ്മുടെ പലരുടെയും പ്രാർത്ഥനാ വിഷയമാണ് ഞാൻ എടുത്ത് പറയുന്നതെന്ന് എനിക്കറിയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രസംഗങ്ങളെന്ന് പറഞ്ഞാൽ ആ 30 കോടിയുടെ ദൂതെടുത്തിട്ട് കിട്ടുമെന്നാണെങ്കിൽ പുള്ളിയെ നമുക്ക് ഒന്നുകൂടെ വിളിക്കണം. ഇനി പുള്ളി ഈ ജൂണിൽ വരുമെന്നല്ലേ പറഞ്ഞേ, ഒരു 3 ദിവസം പുള്ളിയെ വിളിച്ചൊന്ന് കേൾക്കണം. മനസ്സിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ഏതാ ഇത്? പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് എനിക്കിത് ലോസാണ്.
നമ്മുടെ പല പ്രസംഗങ്ങളും, നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ ആരാധനകൾ പൗലോസ് എന്നെന്തിനെ വിളിച്ചോ അത് ഗെയിനാകാനുള്ള വെപ്രാളമാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ കാരണം നമുക്കിതിനേക്കാൾ വലുതായി ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയവരുണ്ട്, എനിക്കറിയാം, കിട്ടിയവരുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ നിങ്ങളിൽ പലർക്കും ആ ദർശനം കിട്ടിയിട്ടുണ്ട്, ആ ദർശനത്തിൽ ജീവിക്കുന്നവരുണ്ട്. എനിക്കറിയാം ക്രിസ്തു നിമിത്തം നഷ്ടപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഫാദറിനെ ഞാൻ രാവിലെ ചന്ദ്രൻ നിങ്ങളോട് ഇങ്ങനെ ഞാൻ പറയായിരുന്നു, എൻ്റെ ഫാദറിനെ ഞാൻ നഷ്ടം. എൻ്റെ ഫാദറിനോട് യേശു വേണോ എന്നെ വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് യേശു മതി, പോകാൻ പറഞ്ഞു. അതാണ് എനിക്ക് ക്രിസ്തു, അത് ആ എൻകൗണ്ടറിൽ എനിക്ക് നഷ്ടപ്പെടുത്താൻ ഏറ്റവും വലുത് എൻ്റെ ഫാദറിനെ ആയിരുന്നു. അതാണ് നഷ്ടം. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അന്ന് നഷ്ടപ്പെടുത്തിയത് ഇതിനകത്ത് സീക്രട്ട് എഴുതിയിരിക്കുന്നത് എൻ്റെ നാമനിമിത്തം വീടോ വസ്തുവോ ആടോ മാടോ നിലങ്ങളോ അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ എന്തെങ്കിലും, ഭാര്യ ഒഴികെ. അത് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അതിനിടയ്ക്ക് അതുകൂടെ പറഞ്ഞു വിടുന്നതിൻ്റെ കാര്യം, എല്ലാം ഒഴിവാക്കിയ 100 കിട്ടുമെന്നും പറഞ്ഞ് ചാടിക്കയറി അത് പിടിക്കരുത്. ഫാമിലി സെമിനാർ ഉണ്ടല്ലോ, വന്ന് അറ്റൻഡ് ചെയ്യണം. കാരണം നഷ്ടപ്പെടുത്തുമ്പോൾ എല്ലാം, ഇയ്യോബിന് ഇരട്ടി എല്ലാം കിട്ടി. ഈ സാധനം കളയേണ്ടത് ആദ്യം ഇതിനെയാണ്. അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ പിശാചിനേക്കാൾ ഗതികെട്ട സാധനമാണ്. പിശാച് ഇത്രയും പ്രശ്നമായിട്ടും ഈ സഹോദരി ചോദിക്കുന്നു ഇപ്പോഴും എന്തിനാ അത്? ഇത്രയും നല്ല മനുഷ്യന് കിട്ടിയത് ഇതാണ്. ഇത്രയും നല്ല 100ക്ക് 100 ക്വാളിറ്റിയുള്ള ജോബിന് കിട്ടിയത്. അതുകൊണ്ട് അച്ചായന്മാർ ഓർത്തോണം, ഇയ്യോബിൻ്റെ അത്രയൊന്നും ആയിട്ടില്ല. ഇയ്യോബിന് കിട്ടിയത് ഇതാണ്. നിങ്ങൾക്ക് അത്രയൊന്നും ഇല്ലല്ലോ, അതിനെക്കാട്ടൊക്കെ ഭേദമല്ലേ? നന്ദി പറഞ്ഞു വേണം ദൈവത്തിന്. വേറെ എന്തിനാ ആരാധിച്ചാൽ മതി, അത് ഭാര്യയെ നോക്കിയിട്ടിരുന്ന് അങ്ങ് ആരാധിക്കണം. ദൈവമേ, അതാ കാരണം. ഇയ്യോബിൻ്റെ ഇത്രയും വലിയ മനുഷ്യൻ ഇത്രയും ഭക്തനോട് വന്ന് ചോദിക്കുക, എന്തിനാ ഈ ഇത്രയും പിടിച്ചോണ്ടിരിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഈ ഭക്തി പിടിക്കുന്നത്? ഇതാണ് പുള്ളിയുടെ അവസ്ഥ. ഇത്രയുള്ള മനുഷ്യൻ്റെ ആ ഭക്തിയും ആ നിൽക്കൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോട്ടെ. ഇത്രയുമുള്ള തീവ്രമായ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ആ സഹോദരിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. പക്ഷെ പിശാച് അവിടെ പറയുന്നുണ്ട്, വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നോക്കിയാൽ പിശാചിനേക്കാൾ താണു പോയ ഒരു സഹോദരിയാണ്. ഇത് അയ്യോബിന് കിട്ടിയത്. ഒന്ന് ഓർത്ത് നോക്കിക്കോണം. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്നൊക്കെ എത്ര ശ്രേഷ്ഠമാണെന്നൊരു ഓർമ്മ വേണം. ഒരു സ്തോത്രം പറയാമോ? നമ്മുടെ അകത്തേക്ക് ആ വിശാലമായ ചില കാഴ്ചപ്പാടുകൾ പ്രവേശിക്കട്ടെ. അതുകൊണ്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കളയാനാണെങ്കിൽ ആദ്യം ദൈവം കളയേണ്ടത്, പക്ഷേ കളഞ്ഞില്ല. അതുകൊണ്ട് ഇത് വെച്ചുമാറ്റമില്ല, എക്സ്ചേഞ്ച് ഓഫർ ഇല്ലാത്തൊരു കാര്യമാണ്. കിട്ടിയാൽ കിട്ടി. അതുകൊണ്ടാണ് ഇതിന് മുമ്പേ നന്നായിട്ട് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നത്. ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, എടുത്താൽ പിന്നെ എടുത്തുക. അതിനായി ഇതിന് കൂടുതൽ ഉപവസിക്കണം, കരയണം, പ്രാർത്ഥിക്കണം, നിലവിളിച്ച് ഇതിനു വേണ്ടി നിൽക്കണം. സന്തോഷമായില്ലേ? അപ്പോൾ എല്ലാത്തിനും 100 മടങ്ങ് തരാമെന്ന് പറഞ്ഞൊരു ദൈവത്തെ സേവിക്കുമ്പോൾ നഷ്ടപ്പെടുത്തിയതൊന്നും നഷ്ടമല്ല, ക്രിസ്തു നിമിത്തം. ഇത് പൗലോസിൻ്റെ ലൈഫിലെ എൻകൗണ്ടറാണ്. ആ എൻകൗണ്ടറിൽ പൗലോസ് നഷ്ടപ്പെടുത്തുമ്പോൾ AD 35. ഇനി 8ാം വാക്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 8ാം വാക്യം, അത്രയുമല്ല. കണ്ടോ? അത്രയും അല്ല. ഈ വാക്യം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത, എക്സലൻസി ഓഫ് നോളജ്. അപ്പോൾ അവിടെ ആദ്യമേ AD 35 കേവലം ഒരു അറിവായിരുന്നു. ഇപ്പോൾ അതല്ല, എക്സലൻസി ഓഫ് നോളജ്, അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഇപ്പോൾ അത് കൂടുകയാണ്. അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന്. ഇംഗ്ലീഷ് ബൈബിൾ നോക്കുന്നവരൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. നിങ്ങളവിടെ 2 കാര്യം കണ്ടു. ഞാൻ അത് മലയാളത്തിൽ നിന്ന് പറയാൻ ഇത്തിരിയുടെ സമയമെടുക്കും. അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അതുകൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് മലയാളത്തിൽ വായിക്കുമ്പോൾ അത് 11-ലാണെങ്കിൽ ഇംഗ്ലീഷിൽ അത് 8-ൽ കിടപ്പുണ്ട്. ഇവിടെ പൗലുസിൻ്റെ ആ വെളിപ്പാട് നിങ്ങളുടെ അകത്തേക്കൊന്ന് കയറട്ടെ. പൗലുസ് പറയുകയാണ്, അത്രയുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും, കണ്ടോ, ഞാൻ ഇപ്പോഴും, എപ്പോഴാണെന്നറിയാമോ? AD 62. AD 68 തൻ്റെ മരണമാണ്. അപ്പോൾ ഓർക്കണം, മരണത്തോടടുത്ത് നിൽക്കുന്ന സമയത്ത് താൻ പറയുന്നത് ഇപ്പോഴും
അതായത് 7-ാം വാക്യവും 8-ാം വാക്യവും തമ്മിൽ ഒരു കാലദൈർഘ്യം കണക്ക് കൂട്ടുമ്പം 27 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നമുക്കോ, പണ്ട് ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു. പണ്ടെന്തോ ഓർക്കുമ്പോൾ എന്നെ കുളിര് വരുന്നു. പണ്ട് ഞാനിങ്ങനെ ഭയങ്കര ഇതായിരുന്നു. ഞാൻ അമേരിക്ക വന്ന ആദ്യ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓർക്കുള്ളൂ. നമുക്കിപ്പോഴങ്ങനല്ല. നിങ്ങൾ വ്യക്തിപരമായിട്ട് ചിന്തിക്കേ, ഇവിടെ വന്നപ്പോൾ ഇവിടെ ഗ്രീൻ കാർഡ് കിട്ടാത്ത ഒരു ആരംഭകാലമില്ലേ? അന്ന് ആത്മീയം എങ്ങനായിരുന്നു? അന്ന് കർത്താവിനോടുള്ള ബന്ധം എങ്ങനായിരുന്നു? അന്ന് നിലവിളിയുടെ സ്വരം എങ്ങനായിരുന്നു? അന്ന് പ്രാർത്ഥനയുടെ നിലവാരം എങ്ങനെ? ഇന്നിപ്പോൾ സെറ്റിലായി, ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടി. ഇപ്പോൾ അപ്പം നമ്മൾ അറിഞ്ഞില്ല. പൗലോസ് പറയുന്നു, ഞാനിപ്പോഴും അതിനെ അറിയേണ്ടത്. അന്ന് AD 35 ഞാൻ ലാഭത്തെ ലോസം എണ്ണിയെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നിൽ ക്രിസ്തു പരിജ്ഞാനം എന്ത് ചെയ്യുന്നറിയാമോ? അത് മേളോട്ട് കയറുക. അതായത് ക്രിസ്തു നിമിത്തം 27 കൊല്ലം കൊണ്ട് അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തമെന്ന് താൻ പറയുമ്പോൾ ഭൗതികത്തോടുള്ള തൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇനി ഇത് വീണ്ടും വളരുന്ന ആ വളർച്ച ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പം നമ്മുടെ പലരുടെയും പ്രാർത്ഥനാ വിഷയമായി പൗലോസ് പറഞ്ഞ ലാഭം അങ്ങനെ പറയണ ചപ്പം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടക്കേടാവും. കാര്യം ലാഭം ഏതാണെന്നറിയാമോ? വീട് വഴി തുറക്കുക, പുതുവഴി തുറക്കുക, വിശാല വഴി തുറക്കുക, മാനിക്കുക, ശത്രുക്കൾ കണ്ട് വിരുന്നൊരുക്കുക, ഉന്നതികൾ വാഹനമേറ്റി ഓടുമാറാക്കുക. നാട്ടിലുള്ള ഞങ്ങളുടെ അവിടെ ദേവദാസന്മാരും ദൈവമക്കളും എല്ലാം 40 ആയിരിക്കുന്നത് ഇവിടോട്ട് വരാൻ. അവർ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഭയങ്കരമാണ്. ഇപ്പം ഇവിടെ ഇരിക്കുക. അവർക്ക് അത് കേൾക്കണം. അമേരിക്കയിലേക്ക് വഴി തുറക്കുന്നു, പിന്നെ തീർന്നു, ചെക്ക് എഴുതി തരും, ബ്ലാങ്ക് ചെക്ക്. ഇനി അവർക്കതാ വേണ്ടത്. ഇനി എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് എന്നതാ വേണ്ടത്? അപ്പം ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ അകത്തേക്ക് കയറേണ്ടത് ക്രിസ്തു പരിജ്ഞാനമാണ്. പൗലോസിലെ വെളിപ്പാട് ഇനിയുള്ളത് 9, 10, 11 വാക്യങ്ങൾ ഫ്യൂച്ചർ ടെൻസിൽ നിൽക്കുകയാണ്. ഫ്യൂച്ചർ ടെൻസിലാണ്. അപ്പോൾ ഒന്ന് ക്രിസ്തു നിമിത്തം, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ വാക്യം കണ്ടോ? അവനിലിരിക്കുക, അവനെ അറിയുക, അവൻ്റെ കഷ്ടാനുഭവത്തെ അറിയുക, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക. ഇതെല്ലാം പുള്ളിക്ക് അനുഭവിച്ചറിയണം. എന്നിട്ട് പറഞ്ഞു അവൻ്റെ പുനരുത്ഥാന ശക്തി അനുഭവിച്ചറിയുക. ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച്, അതിൻ്റെ അർത്ഥം ഇപ്പം തൻ്റെ പരിജ്ഞാനം കയറിപ്പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? നിത്യതയിലേക്ക് കയറുകയാണ്. ക്രിസ്തുവിൽ കൂടുള്ള നിത്യതയുടെ ആ ഭാഗ്യകരമായ വെളിപ്പാട് തൻ്റെ അകത്ത് തികട്ടി വന്നിട്ട് പറയുന്നു, വല്ലവിധേനയും. ആ വെളിപ്പാട് അങ്ങോട്ട് കയറിയപ്പം പറയുകയാണ്, അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ചവറെന്നെണ്ണുന്നു. ചവറ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രാർത്ഥനാ വിഷയമായിരുന്നല്ലോ ഇത്. 30 കോടി, സ്ഥാനം, മാനം, പണം, പ്രശസ്തം, ഭൗതികം. ഇവിടെ കൃത്യമായി പറയുകയാണ് പൗലോസ്, അതെനിക്ക് ചവറ. ആദ്യം എന്തായിരുന്നു? ലാഭം. അത് രണ്ടാമതെന്തായി? മൂന്നാമതെന്തായി? നമുക്കെങ്ങനായി? നമുക്കാദ്യം ലോസായിരുന്നു, പിന്നെ നേരെ ഇത് ഗെയിനായി, പിന്നെ ഇത് ഗെയിനായി, പിന്നെ ഇത് അനുഗ്രഹമായി. എടോ പിടി കിട്ടിയോ? നമ്മളിതിനെ അനുഗ്രഹമെന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ടെസ്റ്റ് മണി അതല്ലേ? ദൈവം എന്നെ മാനിച്ചു കേട്ടോ, ദൈവം എന്നെ ഉയർത്തി, ദൈവം ഇങ്ങനെ അവിടെ കൊണ്ടുത്തോളം കൊണ്ടുവന്നിടുവാൻ ഞാനും. എന്താ ഈ ഉയർത്തുന്നേ? ഇത് പറയുമ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്താ? പൗലോസ് പറഞ്ഞ ഗെയിനാണ് നമുക്ക് വലിയ അനുഗ്രഹം. പക്ഷെ നമ്മൾ ഇത് അനുഗ്രഹമെന്ന് പറയുന്നതിനെ, ഗെയിൻ എന്ന് നാം പറയുന്നതിനെ പൗലോസ് പറയുന്നു അത് ലോസായി, അത് ക്രിസ്തു നിമിത്തം എനിക്ക് ഛേദമായി, പിന്നെ ചവറായി. അപ്പം നമ്മുടെ ഈ ബ്ലെസ്സിങ് അല്ല എന്താണ്? നമ്മുടെ ഉപവാസം എന്തിനാണ്? നമ്മളിതിന് 7, 40, 21 ഇരിക്കുക എന്തിനാ? നമുക്കിഷ്ടമുള്ള പ്രസംഗം. ഈ ചവർന്നൊക്കെ കേൾക്കുമ്പോൾ
ഇംഗ്ലീഷിൽ ചില ഭാഷാന്തരത്തിൽ കൊടുത്തിരിക്കുന്ന വേസ്റ്റ് എന്നാണ് അല്ലേ, ചില അതാണ് ഡങ്ക്. കണ്ടോ, ഡങ്ക്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഡങ്കിന് എത്ര യൂസിച്ച് ആണോ, മുഖം പാടി, ചിലരുടെ മുഖം പാടി മ്ലാനമായി വല്ലാത്തൊരു. നമുക്ക് ഇത്രയും മ്ലാനത വരുന്നെങ്കിൽ കർത്താവിൻ്റെ മ്ലാനത എന്തായിരിക്കും? പൗലോസ് ഉൾപ്പെടുന്ന അഭിഷിക്തന്മാരെന്താ പറയുന്നത്? ഇവിടെ നമ്മൾ 40 എഴുതി വെച്ചിരിക്കുക വിഷയം, ഒരു 200 പേജിൽ നിറച്ചെഴുതുന്ന വിഷയം എഴുതി വെച്ചിരിക്കുക മുഴുവനും. ഞാൻ ഡങ്കെന്നൊന്നും പറയുന്നത് നിങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേളിലെ ടൈറ്റിൽ എഴുതണം ഇത്. ഏത്? ചവർന്ന് തന്നെ എഴുതി, അതാണ് നല്ലത്. മറ്റേ ഇനി അതിൻ്റെ ഗ്രീക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. സ്കൂബാലോണാണ് എഴുതിക്കോണേ, സ്കൂബാലോൺ. അത് ഡങ്കല്ല. അല്ല അത് ഡങ്ക്, ചാണകം എന്നുള്ളത് മാന്യമായതാണ്. ഉള്ളതിൽ സ്കൂബാലോൻ്റെ ഉള്ളതിൽ മാന്യമായത് റബ്ബിഷ് ഉണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്ന ആ വാക്കിന് ഗാർബേജ് ഉണ്ട്. പിന്നെ വരുന്ന ഒരെണ്ണം അത് തന്നെ ഇപ്പം ആരോ പറഞ്ഞല്ലോ, അത് മനുഷ്യൻ്റെ ഇപ്പോൾ നോർത്ത് നോക്കി, നമ്മൾ ഇതിനാ എത്ര ഇരിക്കുന്നത്? ഇതറിയാതെ എത്രയോ കൺവെൻഷൻ നടക്കുക. പക്ഷേ കണ്ടന്റ് എന്താ, ലക്ഷ്യം എന്താ? സ്കൂബാലോൻ. നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേളിൽ പ്രയർ റിക്വസ്റ്റ് ബ്രാക്കറ്റിലിടണം സ്കൂബാലോൻ. അതിന് നമ്മൾ 40 നഗരം തരാതെ. അപ്പോൾ എവിടുന്നോ ഒരു ലൊടുക്കു പ്രവാചകൻ വന്ന് പറഞ്ഞു, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, കിട്ടും. നമ്മളതിന് പിടിച്ചു വെച്ചിരിക്കുക. നമ്മൾ പിടിച്ചു വെച്ച് കിടന്ന് തരാതെ വിടത്തിൽ എത്ര നാളായി കരയുവാണെന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിൽ മുഴങ്ങുന്ന ശബ്ദമെന്താ? ഇതാണ് മാനസാന്തരത്തിലേക്ക് നമ്മളെ ക്രിസ്തു പരിജ്ഞാനം കയറിയിട്ടില്ല. ക്രിസ്തു പരിജ്ഞാനം അകത്തോട്ട് കയറുമ്പോഴേ ഈ മാറ്റം ഉണ്ടാവുള്ളൂ. ക്രിസ്തു പരിജ്ഞാനം കയറുന്ന, ഞാനിത് പറയുമ്പോൾ ഒരു പുതിയ നൂതന സന്ദേശമായിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്, നൂജൻ സന്ദേശമായിട്ടൊക്കെ. കാരണം ഈ തലമുറ ഇത് കേട്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ തലമുറയുടെ സന്ദേശം എന്തായിരുന്നു? പെന്തക്കോസ്തിൻ്റെ കഴിഞ്ഞ തലമുറ അടുത്തറിഞ്ഞവരോടാണ് എൻ്റെ ചോദ്യം. ഇന്ന് നരതലയിലുള്ള ഒരു കൂട്ടത്തിന് ഇതിൻ്റെ ആഴമറിയാം. എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന 99% ഈ തരത്തിലുള്ള സന്ദേശമല്ല. പകരം പൗലോസ് എന്തിനെ സ്കൂബാലോൻ എന്ന് വിളിച്ചോ അത് തരുന്ന പ്രസംഗം പറയുമ്പോൾ നാം അവരെ സ്തോത്രം പറയുന്നു, അതിന് വേദി ഒരുക്കുന്നു, അതിന് ഹല്ലേലൂയ പാടുന്നു. എന്നാൽ കഴിഞ്ഞ തലമുറ ഇറങ്ങിയത് ഇതിനു വേണ്ടിയല്ല. അവരെ ചലിപ്പിച്ച ദൂത് നിത്യതയാണ്. അവർ പാടിയത് നിത്യതയാണ്, പ്രസംഗിച്ചത് നിത്യതയാണ്, ജീവിച്ചത് നിത്യതയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇത് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോയെന്ന്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. എനിക്ക് ഭൗതിക പ്രാർത്ഥന ഇല്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ 14 കൊല്ലമായിട്ട് ഭൗതികം പ്രാർത്ഥിക്കുന്ന ആളല്ല. ഞാൻ അമേരിക്ക വരണമെന്നൊന്നും പ്രാർത്ഥിച്ച ആളല്ല. 3 പേരെനിക്കുണ്ട്. പാസ്പോർട്ടിലൊരു പേര്, SSLC ബുക്കിലൊരു പേര്, ആധാറിലൊരു പേര്. ഇനി പറ, എനിക്കിവിടെ വരാൻ പറ്റുമോ? ഇനി അടുത്തത് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്കതും ഇല്ല. 2 ബർത്ത് ഡേറ്റ് ഉണ്ട്. ഗവൺമെൻറ്റിൽ ഒരെണ്ണമാണ്, അതിൽ ഫാദറിൻ്റെ പേര് വേറെ. അതുകൊണ്ട് അതുപോലെ ഇരിക്കുക. എനിക്ക് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റില്ല എൻ്റെ പാസ്പോർട്ട്, ആധാറ്. ഇങ്ങനെയുള്ള എനിക്കിവിടെ വരാൻ പറ്റുമോ? അതല്ലേ, ഞാനിതൊന്നും പ്രാർത്ഥിക്കുന്ന ആളല്ല. ഈ കാനഡയിലും കാനഡ വിസയുണ്ട്. അപ്പോൾ പറ, ഈ ഭൗതികം പ്രാർത്ഥിക്കാതെ ഇതുവരെ 14 കൊല്ലമായിട്ട് എന്നെ നിർത്തുന്നവനെ ഞാൻ അതേ ആറ്റിറ്റ്യൂഡിലായി പറയുന്നേ. പൗലോസ് പറഞ്ഞ വാക്ക്, നിങ്ങൾ എന്നെ അനുകരിക്കേ. അതാ എന്നെ അനുകരിക്കേ. അവരെ എവിടെയൊന്നുമില്ല, എന്നെ അനുകരിക്കേ. ഞാൻ ഇതുവരെ ഭൗതികം പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം എൻ്റെ അകത്ത് എനിക്ക് ക്രിസ്തുവാണ് വലുത്, കർത്താവാണ് വലുത്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അനുഭവിക്കുന്നതാണ് എൻ്റെ കർത്താവാണ് എനിക്ക് വലുത്. ഏറ്റവും വലുതായി കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ബാക്കിയെല്ലാം ചെറുതാകാൻ തുടങ്ങും. അങ്ങനൊരു വെളിപ്പാടില്ലാത്ത ഒരു കൂട്ടം വിശ്വാസി പെന്തക്കോസ്തിന് ശാപമാണ്. 72 കോടി രക്തസാക്ഷിത്വ മരണം വരിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു കണ്ണിയാണ് ഞാനും നിങ്ങളും.
അവരൊക്കെ ഈ മണ്ണിൽ സുഖലോലുപത തേടി ഇറങ്ങിയവരല്ല. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയ നമുക്കിന്ന് മാന്യമായ ആലയങ്ങളുണ്ട്, സുഖ സൗകര്യങ്ങളുണ്ട്, ആർഭാടങ്ങളുണ്ട്. നമ്മുടെ ആലയങ്ങൾ, ഇവിടെയുള്ള ആലയമൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം. കഴിഞ്ഞ 2 ദിവസവും ഹൂസ്റ്റൺ IPCയിലായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ആ ക്രൗഡ് ഹോള് കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി ഒരു പെന്തക്കോസ്തുകാരനായതിൽ. നമ്മുടെ നാട്ടിലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നത്തില്ല. അതാണെങ്കിൽ സെമിത്തേരിയുടെ സൈഡിൽ റബ്ബർ തോട്ടത്തിന് നടുക്ക് വണ്ടി എടുത്തിട്ട് നടന്ന് കയറി ചെന്ന് കഴിയുമ്പോഴേ ശ്വാസം മുട്ടും. ഇവിടെയൊക്കെ വന്ന ആലയങ്ങൾ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു. കാര്യം ഇത്രയും, പക്ഷേ ഇങ്ങനല്ല കഴിഞ്ഞ തലമുറയ്ക്ക്. പെന്തക്കോസ്ത് അപമാനിക്കപ്പെട്ടൊരു കൂട്ടമായിരുന്നു. പെന്തക്കോസ്ത് ചേരണം, കപ്പയും മത്തിയും തിന്നണമെന്ന് പാടി പഴകി പരിഹസിക്കപ്പെട്ടൊരു കൂട്ടമായിരുന്നു. ഇതിനു മുൻപ്, നമ്മളിതറിയുന്നതിനും മുൻപ് പെന്തക്കോസ്തിൻ്റെ വേദപുസ്തക ചരിത്രത്തിലെ ആദ്യ കൂട്ടത്തിന് സംഭവിച്ചത് ഈർച്ചവാളാണ്. അവർക്ക് മുൻപിൽ ഈർച്ചവാൾ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്ന പോലൊരിതല്ല. ഒരാളുടെ കാല് 2 കെട്ടിത്തൂക്കിയിട്ട് തടിയിറക്കുന്ന വാളുകൊണ്ട് കാലുകളുടെ മധ്യഭാഗത്തൊന്ന് അറുത്ത് താഴേക്ക് കൊണ്ടുവരുന്നു. കഴുത്തിൽ വാളെത്തുന്നത് അവസാനമാണ്. 6 അടി മണ്ണിൽ കുഴി കുത്തി നിർത്തിയിട്ട് ഉമി നിറയ്ക്കും മുൻപ് ചോദ്യം, യേശുവിനെ തള്ളിയാൽ ജീവിക്കാം. ഇന്നായതെങ്കിൽ നിങ്ങളിൽ എത്ര പേർക്ക് എപ്പോൾ തള്ളുമെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അവരന്നിട്ടും കുഴി കുത്തി നിർത്തി ഉമി നിറയ്ക്കുമ്പോഴും അവരുടെ മറുപടി, ക്രിസ്തു ഇല്ലാത്തൊരു ജീവിതം വേണ്ട. ഉമിക്ക് തീ കൊടുക്കുമ്പോൾ ഉമി വെന്ത് 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 പ്രാണൻ പോകുമ്പോഴും ആത്മാവിൽ സ്തുതിച്ചവസാനിച്ചൊരു കൂട്ടമാ കഴിഞ്ഞ തലമുറയ്ക്ക് മുൻപാരംഭ വിശ്വാസ സമൂഹം. വൃക്ഷത്തലപ്പിൽ കൂട്ടിക്കെട്ടിയിട്ട് കാലുകൾ 2 വൃക്ഷത്തലപ്പിൽ കെട്ടറുത്ത് വിടുമ്പോൾ ശരീരം കീറിപ്പോകയാ. ആഴ്ചകൾ പട്ടിണി കിടക്കുന്ന മൃഗത്തിൻ്റെ കൂട്ടിലേക്ക് വിശുദ്ധനെ കയറ്റി വിടും മുൻപുള്ള ചോദ്യം, യേശു വേണോ അതോ നിങ്ങൾക്കിവിടെ ജീവിക്കണോ? അവർ പറഞ്ഞു ജീവിക്കണ്ട, യേശു മതി. അവർ മൃഗത്തിനിരയായി മാറി. എത്ര 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 വിശുദ്ധന്മാർ! അവരൊക്കെ കണ്ട ദർശനം ഇവിടുള്ള നേട്ടങ്ങളല്ല, ഇവിടുള്ള സുഖങ്ങളല്ല, ക്രിസ്തുവിനോട് കൂടെയുള്ള നിത്യവാസം ഓർത്തപ്പോ അവർക്ക് മരണം പോലും ആസ്വാദ്യകരമായി മാറിയെങ്കിൽ, ഈ തലമുറയ്ക്ക് ഞാനൊരാളെ പരിചയപ്പെടുത്താം. അമേരിക്കയുടെ കൊളംബിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന അലൻ ചൗവിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് വന്ന ചെറുപ്പക്കാരൻ ഒരു മിഷണറി കോൺഫറൻസിൽ വെച്ച് കർത്താവിൻ്റെ ആ ഇടപെടലുണ്ടായ ആത്മഭാരം. നമ്മുടെ പലരും അമേരിക്കയുടെ സുഖത്തിൽ പുളച്ചു ജീവിക്കുമ്പോൾ ഇവിടെ വെച്ച് ആത്മഭാരം കയറിയിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച അലൻ ചൗ എന്ന 27കാരൻ അമേരിക്കയുടെ സുഖം വിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ താൻ ഗൂഗിളിൽ തിരഞ്ഞറിഞ്ഞൊരു സ്ഥലമുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ സെന്റിനൽ ദ്വീപ് വാസികൾ. അവർ സുവിശേഷം കേട്ടിട്ടില്ല. അലൻ ചൗ തീരുമാനിച്ചു, ഞാൻ പോകാം. ആൻഡമാൻ നിക്കോബാറിലെ IPC സഭയിൽ ചെന്ന് അവിടെയുള്ള ചെറുപ്പക്കാരുമായി ഒരുമിച്ച് കൂടി വിശേഷങ്ങൾ അറിഞ്ഞിട്ട് ആദ്യം ബോട്ടിൽ ചെല്ലുമ്പോൾ തൻ്റെ വാട്ടർ പ്രൂഫ് ട്രാൻസ്പെറൻറ്റ് ബൈബിളിനെ ആ തുളയ്ക്കുന്ന അസ്ത്രം വന്നു. ഉടനെ തിരിച്ചു കൊണ്ടുവന്നു. ആലയത്തിൽ വന്നിട്ട് അവിടെ ഇരുന്നവർ പറഞ്ഞു, അലൻ ചൗ തിരിച്ചു വെക്കോ നാട്ടിലോട്ട്? പ്രശ്നമാണ്. അന്ന് തൻ്റെ ഡയറി കുറിപ്പെടുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ എൻ്റെ സഹജീവികളെ കണ്ടു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, ആത്മഭാരം എന്നെ വല്ലാതെ പ്രേരിപ്പിക്കുന്നു. ഞാൻ നാളെ ഒരിക്കൽ കൂടി അവരിൽ ഒരാളായി മാറാൻ പോകുകയാണ്. അവർക്കിഷ്ടം നാളികേരങ്ങളാണ്. അതുമായി ഞാൻ അവരിൽ ഒരാളായി മാറാൻ പോകുകയാണ്. ഇനി ഒരിക്കലും അമേരിക്കയിലേക്ക് ഞാൻ തിരികെ വന്നില്ലെന്ന് വരും. പക്ഷേ ഭാരപ്പെടരുത്, അങ്ങേക്കരയിൽ നമ്മൾ ഒരുമിച്ച് കാണുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അലൻ ചൗ. അവിടെ ചെന്ന് തൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാർ തന്നെ 2 ചാക്ക് നാളികേരവുമായി ആ തീരത്തേക്ക് ചെന്നു. നാളികേരം വലിച്ചിട്ടിട്ട് വസ്ത്രം മുഴുവൻ അഴിച്ചു മാറ്റി പൂർണ്ണ നഗ്നനായി. കാരണം അവർ വസ്ത്രം ധരിക്കാത്തവരാ. അവരിൽ ഒരാളായി മാറാൻ വസ്ത്രം അഴിച്ചു മാറ്റി നാളികേരവുമായി വലിഞ്ഞ് തീരത്തേക്ക് അടുക്കുമ്പോൾ മറഞ്ഞിരുന്ന ഒരു കൗമാരക്കാരൻ്റെ വിഷം പുരട്ടി അമ്പ് അലൻ ചൗവിൻ്റെ മാറിനെ തുളച്ചു. തൊട്ടു പിന്നാലെ ചെറുപ്പക്കാരുടെ അസ്ത്രങ്ങൾ തൻ്റെ ശരീരം ആസകലം വന്നു. ബോട്ടിന് നേരെയും അസ്ത്രം തൊടുത്തുവിട്ടു. രക്ഷിക്കാൻ കഴിയാതെ അവർ ദൂരെ
ദൂരവേ മാറി നിന്ന് കണ്ടു അലൻചോ എന്ന 27കാരൻ ചേതനയറ്റ് മണ്ണിൽ വീഴുന്നത്. മണ്ണ് വാരി പുതച്ച് അവർ ചുറ്റും നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുമ്പോൾ എല്ലാവരും ഇന്ത്യ മഹാരാജ്യം ഉൾപ്പെടെ പറഞ്ഞു മതതീവ്രവാദി, നിർബന്ധത മതപരിവർത്തനത്തിന് വന്നവൻ എന്നെല്ലാവരും പറയുമ്പോൾ എൻ്റെ ചോദ്യം, അലൻചോ നീ അമേരിക്കയുടെ സുഖങ്ങളെ വിട്ടിട്ട് ഇന്ത്യയുടെ മണ്ണിലേക്ക് വരാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകമെന്താ? ആ ചെറുപ്പക്കാരന് പറയാൻ പറ്റും, ഈ സുഖങ്ങൾക്കപ്പുറത്ത് ക്രിസ്തു എന്ന ദർശനം എൻ്റെ അകത്തുണ്ട്. ഇന്ന് പകൽ ആത്മാവ് ഇടപെടുന്ന ദൂതെന്താണെന്നറിയാമോ? നമ്മുടെ അകത്ത് വളരേണ്ടത്. ദൈവം നന്മ തരത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, കിട്ടിയ മേടിച്ചോണേ, അതിന് നന്ദി പറഞ്ഞോണം. അതിനേക്കാൾ ക്രിസ്തു വലുതാകണം. ദൈവം എന്ത് തന്നാലും, അവസരമോ ആരോഗ്യമോ പണമോ എന്ത് തന്നാലും ക്രിസ്തു വലുതാകട്ടെ. അങ്ങനൊരു ദർശനത്തിലേക്ക് നമുക്കെത്തണം. ഞാൻ അവസാനിപ്പിക്കുക. ക്രിസ്തു പരിജ്ഞാനം നമ്മിൽ വളരട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? കർത്താവേ, ഈ ലോകത്തെ ഏറ്റവും നല്ലൊരു രാജ്യം അമേരിക്ക, വളരെ നല്ല ഒരു നാട്, എല്ലാ നിലകളും അസുഖം അനുഭവിക്കുമ്പോൾ ഇതിൽ തണുക്കരുത്. എത്രയോ പേർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത്. എന്തിനാ കർത്താവ് ഇത് തന്നെന്നൊരു ബോധ്യം വേണം. കർത്താവ് ഏൽപ്പിച്ചതൊരു വലിയ ദൗത്യമാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു കാലത്ത് ഇന്ത്യയുടെ മണ്ണിലേക്ക് കടന്നു വന്ന മിഷണറിമാരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആനി ബസന്റിനെ ഓർമ്മയില്ലേ? വില്യം കേറിയെ ഓർമ്മയില്ലേ? വി നാഗലിനെ ഓർമ്മയില്ലേ? ഇവരെയൊക്കെ ചലിപ്പിച്ച ദൂതെന്താ? സുഖങ്ങളല്ല, ആർഭാടങ്ങളല്ല, ആഡംബരങ്ങളല്ല. അവർ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിലേക്ക് തേടി വരാൻ കാര്യം നിത്യതയുടെ ഘനമേറിയ വെളിപ്പാടാണ്. ഇന്ന് നിങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. ആ വെളിപ്പാടിലേക്ക് ഇന്ന് പകൽ നാം ചുവടുവയ്ക്കണം. കഴിഞ്ഞ പെന്തക്കോസ്തിൻ്റെ തലമുറ പാടിയതും ആരാധിച്ചതും ഒക്കെ ആ ദർശനത്തിൽ നിന്നാണ്. അന്നമ്മയമ്മച്ചി മർത്തോമ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അടിച്ച് പുറത്താക്കി വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ പട്ടിണിയോടെ കർത്തൃവേലയിൽ വ്യാപൃതയാകുക. അപ്പോഴും വീട്ടിൽ നിന്ന് കത്ത് വന്ന്, അന്നമ്മയെ തിരിച്ചു പോവാ, വന്നിട്ട് നിൻ്റെ പിതൃസ്വത്ത് വാങ്ങി കർത്തൃവേല ചെയ്യാം. അമ്മച്ചി തിരിച്ചെഴുതി കൊടുത്തത് വീടും വസ്തുവും കണ്ടിട്ടല്ല ഞാൻ ഇറങ്ങിയത്, മേലുള്ള യെരൂശലേം നിത്യഗ്രഹം. അന്ന് എഴുതിയതാണ്. സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാണ്, മേലുള്ള യെരൂശലേം നിത്യഗ്രഹം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. ഈ വെളിപ്പാടിൽ നിന്നാണ് ഇന്നത്തെ തലമുറ വീണത്. അതുകൊണ്ട് എന്ത് കിട്ടുമെന്നല്ല, എനിക്ക് കിട്ടാനുള്ളതിൽ ഏറ്റവും വലുതാ തന്നത്. അതുകൊണ്ട് ഇനി ഞാൻ അവന് വേണ്ടി എന്ത് ചെയ്യാം, അതാകട്ടെ ലക്ഷ്യം. ആ നിത്യതയുടെ വെളിപ്പാടിലേക്ക് പ്രവേശിക്കുന്ന ഒരാത്മീയനെ തിളപ്പിക്കുന്ന, ചലിപ്പിക്കുന്ന ദൂത് എപ്പോൾ എൻ്റെ കർത്താവിനെ കാണാം. ഇന്നും ഈ സന്ദേശത്തിലേക്ക് എത്താൻ പറ്റാത്തവരുണ്ട്. നിങ്ങൾ ചോദിക്കും, പക്ഷേ ഇതെങ്ങനെ പറ്റുന്നത്? ക്രിസ്തു വലുതായാൽ പറ്റും കേട്ടോ. ക്രിസ്തു വലുതായാൽ പറ്റും. 11 മക്കളിൽ 8 പേരെയും ശവടക്ക് നടത്തിയിട്ടും, ഓർക്കണം, 11 മക്കളിൽ 8 തലമുറകളെയും സ്വന്തം കൈകൊണ്ട് ശവം സംസ്കാരം നടത്തിയിട്ടും കർത്തൃവേലയിൽ പതറാതോടിയ ആളാണ് പാസ്റ്റർ CS മാത്യു. മകൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ് ഒരു ഓലക്കീറ് ചാരിയ റാന്തൽ വെളിച്ചത്തിൻ്റെ വരണ്ട വെളിച്ചത്തിൽ തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ താൻ കർത്താവിൻ്റെ തേജസ് കണ്ടിട്ട് എഴുതുകയാണ്, എൻ പ്രിയനെ പുൽസുന്ദരനായി. ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ മണ്ണെ പ്രതി. ഇന്ന് ആ ദർശനത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ആ വെളിപ്പാടിലേക്കാണ് നമ്മൾ ചലിക്കപ്പെടേണ്ടത്. ഇവിടുന്ന് ഇത് കണ്ട ഉത്തമഗീതം 1:4 ഒരു വാക്കെന്താണെന്നറിയാമോ? നിൻ്റെ പിന്നാലെ എന്നെ വലിക്കുക. നാം ഓടിപ്പോക. രാജാവിനെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നു. ശൂലേമി ഇത് പറയുമ്പോൾ എന്താ ആശയമെന്നറിയാമോ?
ഞാനിപ്പോൾ കൊട്ടാരത്തിലാണ്. ഞാൻ കേൾക്കുന്ന വാക്കുകൾ കൊട്ടാരത്തെക്കുറിച്ചാണ്. ഞാൻ കേൾക്കുന്ന യെരൂശലേം പുത്രിമാരുടെ വാക്കുകളിലെല്ലാം കൊട്ടാരത്തിൻ്റെ സമൃദ്ധിയാണ്, കൊട്ടാരത്തിൻ്റെ സുഖമാണ്, കൊട്ടാരത്തിൻ്റെ ആഡംബരമാണ്. എൻ്റെ ഹൃദയം കൊട്ടാരത്തിലേക്കൊന്ന് ചായാൻ അവർ നടത്തുന്ന ശ്രമമാണ് എൻ്റെ ചുറ്റിലും. പക്ഷേ എൻ്റെ മനസ്സിൽ കൊട്ടാരമില്ല, എൻ്റെ മനസ്സിൽ രാജകീയ പ്രൗഢിയില്ല, എൻ്റെ മനസ്സിൽ ഇവിടെയുള്ള ആഡംബരങ്ങളോ ആർഭാടവുമില്ല. എൻ്റെ മനസ്സിൽ എനിക്ക് വേണ്ടി എന്നെ രക്ഷിച്ച എൻ്റെ പ്രാണനാഥൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ട് എൻ്റെ പ്രാണപ്രിയ, നിന്റെ പിന്നാലെ എന്നെ വലിക്കണേ. തലകളെ ഉണക്കാം നമുക്ക്. അപൂർണമായി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ തീവ്രമായ ചിന്ത വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആഴമായൊരു തീരുമാനം ഇന്നെടുക്കണം. ആരെയും നോക്കണ്ട. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഈ ആരാധനയിൽ നിന്ന് മടങ്ങുമ്പോൾ കർത്താവേ, എനിക്ക് നീയുമായൊരു എൻകൗണ്ടർ ഉണ്ടാകണം. ഹല്ലേലൂയ. നിന്നെ കാണാതെ ഞാൻ മടങ്ങത്തില്ല. എനിക്ക് ജോലിയേക്കാൾ കർത്താവെ നീ വലുതാകണം. കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്നറിയാമോ? ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റില്ല. മാമോൻ എന്നത് ഗ്രീക്ക് വേർഡ്. എന്താ അർത്ഥമാക്കുന്നറിയാമോ? പ്ലഷർ. ഈ ലോകത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും. കർത്താവ് ചോദിക്കുന്നു, ഞാനാണോ വലുത്, പ്ലഷറാണോ വലുത്? ആരെങ്കിലും ഒരാളെ സ്നേഹിക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അഭിനയങ്ങളാണ് നടക്കുന്നത്. ഹൃദയത്തിൽ ലവ് ഓഫ് പ്ലഷർ കയറി കിടന്നിട്ട് അധരത്തിൽ പറയുന്നുണ്ട്, കർത്താവെ നീയാ വലുതെന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞ 100% പൂർണ്ണ മനസ്സോടെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ ജോലിയേക്കാൾ വലുതായിട്ട് നീ ഒന്ന് മാറണം, എനിക്ക് ഭാര്യയേക്കാൾ നീ വലുതായി മാറണം, ഭർത്താവിനേക്കാൾ മക്കളെക്കാൾ എൻ്റെ കർത്താവിൽ നീ വലുതായി മാറത്തക്കവണ്ണം എനിക്ക് നിന്നെ ഒന്ന് കാണണം. ആത്മാവിടപെടുന്നത് 3 തവണ മരണവുമായി നീ മല്ലടിച്ചു, ഞാൻ ആയുസ് നീട്ടി ഭക്തനെ. 1979 മുതൽ 87 വരെ ആർത്തിരമ്പിയ പ്രതിസന്ധിയിൽ ഞാൻ നിന്നെ പൊതിഞ്ഞു. 1993 മുതൽ 2003 വരെ മത്സരികളുടെ നടുവിലാണ് ഞാൻ നിന്നെ നിർത്തിയത്. 2004 മുതൽ 2013 വരെ അവൻ പറയുന്നു, നിനക്ക് നേരെ ഗ്രൂപ്പ് ഉണ്ടാക്കി, കൂടിയാലോചന ഉണ്ടാക്കി, എൻ്റെ വാക്കിനെ തെറ്റായി ചിത്രീകരിച്ചു. എല്ലാവരും നിനക്ക് നേരെ വിരൽ ചൂണ്ടും തരത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞു, അറിയുന്നൊരു എന്നാൽ ആത്മാവ് പറയുന്നു 2014 മുതൽ 19 വരെ സ്നേഹിച്ചവരും വിശ്വസിച്ചവരും നിന്റെ കരുതലും നിന്റെ അധരത്തിലൂടുള്ള ആലോചനയും കേട്ടവരും അടർന്നു മാറിയപ്പോഴും ഞാൻ നിന്നെ പൊതിഞ്ഞു. ആത്മാവ് പറയുന്നു, ആത്മീയരുടെ ജീവിതക്രമം നഷ്ടപ്പെട്ടത് കണ്ട് ഉള്ളം വല്ലാതെ പുകയുന്നു. നീ ചോദിക്കുന്നത് എന്താകും, എങ്ങനെയാകും? എന്നാൽ ആത്മാവ് പറയുന്നു, പുതിയത് തുടങ്ങാൻ പോകുകയാ. ഒരു കൂട്ടം യുവതലമുറകളെ നിത്യതയുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാ ഞാൻ ആയുസ്സോടെ നിന്നെ നിർത്തിയത്. രോഗം നിന്നെ പിടിമുറുക്കി ഒടുക്കിയിടത്ത് ആയുസ്സോടെ നിർത്തിയത്, അഭിഷിക്തന്മാരും ആത്മീയരും ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്ത് ഞാൻ താങ്ങി നിർത്തിയതൊരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ആത്മാവർന്ന് ബാറ്റൺ അടുത്ത തലമുറയ്ക്ക് നൽകുന്ന ഒരു വലിയ ദൗത്യം മുൻപിലുണ്ട്. ആഴത്തിലുള്ള വെളിപ്പാട് ഞാൻ നിനക്ക് ഏൽപ്പിക്കും. എന്നാൽ ആത്മാവ് പറയുന്നു, യൗവനക്കാർ പുറത്തു വരും, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു കൂട്ടം പുറത്തു വരും. ആത്മാവ് പറയുന്നു, എന്ത് ഭവിക്കുമെന്ന് കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ എൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടോണം. നീ കുടിച്ച മാറ അടുത്ത തലമുറയിലേക്ക് മാറാൻ പോകുന്നത് മാറയായിട്ടല്ല, അത് മധുരമായിട്ടാണ്. ആൽബറേസേനിയ, രക്തത്തിൽ മറഞ്ഞു നിൽക്കുന്ന രോഗം പലപ്പോഴും അസ്വസ്ഥത ഉളവാക്കുമ്പോൾ ആത്മാവ് പറഞ്ഞു, ഞാൻ അതിനൊരു അതിരിട്ടിട്ടുണ്ട്, അത് നിൻ്റെ മീതെ കവിയത്തില്ല.
എൻ്റെ കൃപ നിനക്ക് മതി. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രിയരെ? കർത്താവ് ഇടപെടുകയാണ്, വ്യക്തികളോട് ഇടപെടുകയാണ്. ആഴമായൊരു തീരുമാനത്തിലേക്ക് ഇന്ന് രാത്രി വരട്ടെ. കർത്താവ് ഇന്ന് രാത്രി വലുതായി മാറട്ടെ. ഹോളി ഷഠറബലകന, കർത്താവ് വലുതായി മാറട്ടെ. Good morning, church. Can we rise to our feet? Sing the songs in faith. Sing that we can declare Jesus over our lives, and then we can submit all that we are into His hands.